ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും അരോമിക് ഹെർബൽസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കോൾഡ് പ്രോസസ്സിങ് സോപ്പ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ വെക്കേണ്ട കുറച്ച് സാധനങ്ങളുണ്ട്. അതാണ് നമ്മൾ ഇന്നിവിടെ നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. എല്ലാവരുടെ കയ്യിലും അത്യാവശ്യമായിട്ട് വേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതെന്തൊക്കെയാണെന്ന് നമുക്ക് വേഗം ഒന്ന് നോക്കാം. ആദ്യം തന്നെ നമ്മുടെ കയ്യിൽ വേണ്ടത് ഇതേപോലെ ഒരു നോട്ട്ബുക്കും പെന്നും ആണ് കേട്ടോ. നമ്മൾ എന്ത് സോപ്പാണോ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ള കാര്യങ്ങളും അതിൻ്റെ അളവുകളും കാര്യങ്ങളൊക്കെ നമുക്ക് എഴുതി സൂക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊരു ബുക്ക്. നമ്മൾ ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നത് എന്താണോ, അത് എന്ത് ടൈപ്പാണോ, എന്തൊക്കെ ഓയിൽസ് നമ്മൾ എടുക്കണം, എത്രത്തോളം കാസ്റ്റിക് സോഡ നമുക്ക് ആവശ്യമുണ്ട്, എന്ത് പൗഡറാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്, പൗഡർ വെച്ചിട്ടാണോ, ജ്യൂസ് വെച്ചിട്ടാണോ, അല്ലെങ്കിൽ ഐസ് ക്യൂബ് വെച്ചിട്ടാണോ, അങ്ങനെയുള്ള പല പല കാര്യങ്ങൾ നമുക്ക് എഴുതാനുണ്ടാവും. അതൊക്കെ എഴുതി സൂക്ഷിക്കാനാണ് അങ്ങനെയൊരു ബുക്ക്. രണ്ടാമതായിട്ട് നമുക്ക് ആവശ്യമുള്ളത് ഇതേപോലെ ഒരു പാത്രമാണ് കേട്ടോ. ഇതെന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ ഒരു പാത്രത്തിലാണ്, സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ആണ് കേട്ടോ. ഇതിലാണ് ഞാൻ കാസ്റ്റിക് സോഡയും നമ്മുടെ വെള്ളവും കൂടി മിക്സ് ചെയ്തിട്ട് വെക്കാറുള്ളത്. ഇനി നമുക്ക് ആവശ്യമുള്ളത് മോൾഡാണ്. അറിയാലോ, മോൾഡ് ഇല്ലാതെ നമുക്ക് സോപ്പ് ചെയ്തെടുക്കാൻ പറ്റില്ല. അപ്പോൾ ഞാനിവിടെ കാണിക്കുന്നത് സിലിക്കോണിൻ്റെ മോൾഡാണ് കേട്ടോ. മോൾഡ് പലതരത്തിലുള്ള മോൾഡ് ഉണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഈ ഒരു മോൾഡ് കാണിച്ചു തരാം. ഇത് മീഷോന്ന് വാങ്ങിയിട്ടുള്ളതാണ്. നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ വാങ്ങിക്കുക. പിന്നെ അല്ലെങ്കിൽ ഇതേ ടൈപ്പ് വേറൊരു ടൈപ്പ് മോൾഡ് കൂടി എൻ്റെ കയ്യിലുണ്ട്. ഇത് പ്ലാസ്റ്റിക്കിൻ്റേതാണ് കേട്ടോ. നല്ല ക്വാളിറ്റി ഉള്ള പ്ലാസ്റ്റിക്കിൻ്റെയാണ്. ഓവൽ ഷേപ്പാണ്. നല്ല ഫിനിഷിംഗ് ഉള്ള സോപ്പ് നമുക്ക് കിട്ടുന്നതാണ്. പിന്നെ ഞാൻ എടുക്കുന്നത് ഇതേപോലെ ഒരു വിസ്കാണ് കേട്ടോ. പിന്നെ ഒരു സ്പൂണ്, ഒരു എന്താ പറയുക, കോരി കൂടി ഞാൻ എടുക്കുന്നുണ്ട്. നമുക്ക് കോരി എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ രണ്ട് ഐറ്റംസ് വെച്ചിട്ടാണ് ഫസ്റ്റ് ടൈം സോപ്പ് ഉണ്ടാക്കുന്ന സമയത്ത് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ബീറ്റർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് എടുക്കാവുന്നതാണ് കേട്ടോ. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് ഇതേപോലെ ഒരു സ്പാച്ചുല, അതേപോലെ തന്നെ ഒരു സ്റ്റെയിനറും കൂടി വേണം. സ്പാച്ചുല ഒരു ഇത്തിരി പോലും സോപ്പിൻ്റെ മിക്സ് വേസ്റ്റായി പോവാതെ വടിച്ചെടുക്കാനും, നമ്മുടെ സ്റ്റെയിനർ കാസ്റ്റിക് സോഡ വെള്ളം ആ മിക്സ് അരിച്ചെടുക്കാനും വേണ്ടിയിട്ടാണ്. പിന്നെ ഇതേപോലെ ഒരു വെയിൻ മെഷീൻ വേണം. പിന്നെ ഒരു കുഞ്ഞ് വെയിൻ മെഷീനും കൂടി ഉണ്ട് കേട്ടോ. രണ്ടെണ്ണം ഉണ്ട്. ഒന്ന് ഈ കുഞ്ഞത് നമുക്ക് ചെറിയ അളവ് പോലും നമുക്ക് കിട്ടുന്നതാണ് കേട്ടോ. ഗ്രാം കൂടുതലാണെങ്കിലും കുറവാണെങ്കിലും ഒക്കെ നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. ഇത് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിയതാണ്. പിന്നെ മറ്റേ വെയിൻ മെഷീൻ കണ്ടോ, വലിയത്, അത് നമുക്ക് കുറേ ക്വാണ്ടിറ്റി ഒക്കെ എടുക്കാനുണ്ടെങ്കിൽ ആ ഒരു വെയിൻ മെഷീൻ ഉപകാരമാണ് കേട്ടോ. ഇത് നോർമൽ കിച്ചൺ സ്കെയിലാണ്, മീഷോന്ന് വാങ്ങിയതാണ്. നിങ്ങളുടെ കയ്യിൽ ഈ രണ്ട് സാധനങ്ങളും അത്യാവശ്യമാണ്. ഇതുണ്ടെങ്കിലേ നമുക്ക് അളവ് കറക്റ്റായിട്ടുള്ള സോപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. പിന്നെ ഇതേപോലെ കുഞ്ഞു കുഞ്ഞു സ്പൂണുകൾ എൻ്റെ കയ്യിലുണ്ട്. സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ആണ് കേട്ടോ. നമുക്ക് കാസ്റ്റിക് സോഡയൊക്കെ ഇപ്പോൾ ഇത്തിരി അല്പം കൂടി പോയിട്ടുണ്ടെങ്കിലൊക്കെ കോരി എടുത്തിട്ട് കറക്റ്റ് അളവിലേക്ക് ആക്കിയെടുക്കാൻ വേണ്ടിയൊക്കെ ഈ ഒരു സ്പൂണ് നല്ലതാണ്. പിന്നെ പൗഡേഴ്സൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ വളരെ നല്ലതാണ് കേട്ടോ. ഇനി ഇതേപോലെ തന്നെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ മെഷറിങ് ജാറാണ് എൻ്റെ കയ്യിലുള്ളത് കേട്ടോ. ഇത് വേണം എന്തായാലും. നമുക്ക് ഓയിലൊക്കെ അളന്നെടുക്കാൻ വേണ്ടിയിട്ട് ഇത് ആവശ്യമാണ്. പിന്നെ കോമൺ ആയിട്ട് നമുക്ക് നമ്മുടെ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഗ്ലൗ വേണം, മാസ്ക് വേണം, പിന്നെ ഗൂഗിൾസാണ് വേണ്ടത്. ഏതെങ്കിലും ഗ്ലാസ്സോ ഇതേപോലെ എന്തെങ്കിലും സ്പെക്സോ ഉണ്ടെങ്കിൽ അത് വയ്ക്കുക. നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. കാരണം കെമിക്കൽ വെച്ചിട്ടാണ് നമ്മൾ കളിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. നമ്മൾ നമ്മുടെ പ്രൊട്ടക്ഷൻ എന്തായിട്ടും നോക്കണം. പിന്നെ അതേപോലെ സ്മെല്ല്, എസൻഷ്യൽ ഓയിൽ, ഫ്രാഗ്രൻസ് ഓയിലൊക്കെ നമുക്ക് മെഷർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇതേപോലൊരു മെഷറിങ് കപ്പ് അല്ലെങ്കിൽ ഔൺസ് ഗ്ലാസ് എന്നൊക്കെ പറയും. ഈ ഒരു സാധനം ഉണ്ടെങ്കിൽ കുറച്ചുകൂടി ബെറ്ററാണ്. നമുക്ക് അളന്നെടുത്തിട്ട് മാറ്റി വയ്ക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കോൾഡ് പ്രോസസ് സോപ്പ് ഉണ്ടാക്കാൻ അത്യാവശ്യമായിട്ടുള്ള കുറച്ച് സാധനങ്ങൾ നിങ്ങളിവിടെ കണ്ടല്ലോ അല്ലേ. അപ്പോൾ ഇത്രയും ഐറ്റംസൊക്കെ നമ്മുടെ കയ്യിൽ എന്തായാലും വേണം കേട്ടോ. ഗൂഗിൾസ്, മാസ്ക്, പിന്നെ അതേപോലെ ഗ്ലൗ ഒക്കെ എന്തായാലും നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. നിങ്ങളത് മറക്കാതെ ഇരിക്കുക. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ കുറച്ചെങ്കിലും യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.